കാസർഗോഡ് ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് 42 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കർണാടകയിലെ പുത്തൂരിൽ നിന്നാണ് കിരൺ, അഖിലേഷ് എന്നിവരെ പിടികൂടിയത്. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയതാണ് ഇരുവരും. ബാങ്ക് ജീവനക്കാരനായ യുവാവാണ് കൊല്ലപ്പെട്ടത്. അരുൺ പൂപ്പറമ്പയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റിപ്പോർട്ട് കാണാം. ഷിഹാസ്, ഇന്നലെ രാത്രിയാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. കുമ്പടാഞ്ചേരിയിൽ ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ആ ടൂർണമെന്റിന്റെ സംഘാടകനാണ് കൊല്ലപ്പെട്ട സുരേഷ്. ഈ ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിനിടെയാണ് പ്രതികളായിട്ടുള്ള അഖിലേഷും കിരണും അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം അവരെ കൂടി കളിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ സംഘാടകരുമായി അവർ തർക്കത്തിലേർപ്പെടുന്നത്. പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോവുകയും ചെയ്തു. അതിനുശേഷം ഈ സുരേഷിന്റെ നേതൃത്വത്തിലാണ് ആ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവർ രണ്ടുപേരെയും പുറത്താക്കുന്നത്. അതിന്റെ വൈരാഗ്യത്തിലാണ് രാത്രി ആക്രമണം ഉണ്ടായത്. സുരേഷ് കുമ്പടാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ നൈറ്റ് വാച്ച്മാനാണ്. രാത്രി ജോലിക്കായി എത്തിയ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത്. കയ്യിൽ കത്തി കരുതിയാണ് ഈ രണ്ടുപേരും എത്തിയത്. അതിനുശേഷം ഈ സുരേഷിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിസ്സാരമായിട്ടുള്ള ഒരു തർക്കത്തിന്റെ പേരിലാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം കുമ്പടാഞ്ചേരിയിൽ നടന്നത്. ശരിയായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഈ ക്രിക്കറ്റ് മൈതാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയേറെ സൗഹൃദം പൂത്തുലയുന്ന സ്ഥലങ്ങളാണ്. ക്രിക്കറ്റ് മത്സരം എന്നൊക്കെ പറയുന്ന അത്രയേറെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഒരു കായിക ഇനം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ചെറിയ തർക്കത്തിന്റെ പേരിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. കാസർഗോഡിലാണ് ആ സംഭവം.